അപ്പോൾ ഇന്നത്തെ പരിപാടി ചവിട്ടും കഴുകുക, സിറ്റൗട്ടും കഴുകുക, ഞാനും കുളിക്കുക. ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ കുക്കിങ്ങും അതുപോലെ തന്നെ നമ്മൾ ക്ലീനിങ്ങും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റമളാനിന് നമുക്കിനി ഒരു മാസം കൂടെ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ ഏകദേശം ക്ലീനിങ്ങൊക്കെ തുടങ്ങണം. എന്നാലും നമുക്ക് വലിയൊരു ഭാരമില്ലാതെ നമുക്കെല്ലാം ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സിറ്റ് ഔട്ട് മുതലാണ് ക്ലീൻ ചെയ്യുന്നത്. ഒരു ദിവസം സിറ്റ് ഔട്ട്, പിറ്റേ ദിവസം ഡൈനിങ് ഹാള്, അങ്ങനെ നമ്മൾ വീടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഓരോ ദിവസം ഓരോ ബെഡ്റൂം അങ്ങനെ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എല്ലായിടെയും വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഭാഗം നമ്മളിപ്പോൾ ഇന്ന് സിറ്റ് ഔട്ടാണ് വൃത്തിയാക്കുന്നത്, അത് മൊത്തമായിട്ട് ആ ഭാഗത്തുള്ള ജനലും എല്ലാം നമ്മൾ ക്ലീനാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമ്മളെ വീട് മൊത്തത്തിൽ ക്ലീനായി കിട്ടും. ഇപ്പോൾ റൂമുകളൊക്കെ ക്ലീനാക്കുന്ന സമയത്ത് നമ്മൾ റൂമിലെ അലമാര മൊത്തം മടക്കി വേണ്ടാത്ത തുണികളൊക്കെ ഒഴിവാക്കി അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാ ഞാനിന്ന് സിറ്റ് ഔട്ട് ക്ലീനിങ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ ഇന്ന് ഉപ്പുമാവായിരുന്നു റെഡിയാക്കിയിരുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് നന്നായിട്ട് വറുത്തിട്ട്, റവ നന്നായി വറുത്തിട്ടാണ് ഞാൻ ഇതുണ്ടാക്കിയത്. ഇവിടെ റവ വറുക്കാതെയാണ് കേട്ടോ ഷാഫ്ക്കാക്കൊക്കെ ഇഷ്ടം. ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കും, എനിക്കിങ്ങനെയാണ് ഇഷ്ടം. പിന്നെ കറി കൂട്ടിയിട്ടല്ല, പഴം കൂട്ടിയിട്ടായിരുന്നു എല്ലാവരും കഴിച്ചിരുന്നത് കേട്ടോ. കുട്ടികൾ പഞ്ചസാരയൊക്കെ കൂട്ടി കഴിച്ചു, ഞങ്ങൾ പഴം കൂട്ടിയിട്ടും കഴിച്ചു. അങ്ങനെ ഷാഫ്ക്ക പോയിട്ടുണ്ട്. ഷാഫ്ക്ക പോയി കഴിഞ്ഞതിന് ശേഷം മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കുന്ന തിരക്കായി പോയിട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. മക്കൾ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ അടുക്കളയായിരുന്നു ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ തന്നെ അടുക്കള ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി അകമൊക്കെ ഒന്നും ക്ലീൻ ചെയ്ത്, ഇത് മക്കൾ കിടക്കുന്ന റൂമാണ്, ഫിദമോള് കിടക്കുന്ന റൂമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒതുക്കി മടക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോകാൻ സമയത്ത് പിന്നെ വൃത്തികേടാവും. ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെയാണെങ്കിലും വൃത്തികേടാകും കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും അതൊന്ന് ക്ലിയർ ആക്കി ഇടുന്നതാണ് കേട്ടോ. ചുളിവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒന്നുകൂടെ അങ്ങ് വിരിച്ച് പുതപ്പൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കിയിടും കേട്ടോ. പിന്നെ അവിടെ എന്തെങ്കിലും അലക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കും. അങ്ങനെ എല്ലായിടത്തും ക്ലീനാക്കി അടിച്ച് വാരി തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീടൊക്കെ ഒന്ന് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുക്കളയിലേക്കാണ് പോകേണ്ടത്. അടുക്കളയിൽ വലിയ പാത്രങ്ങളൊന്നുമില്ല, കുറച്ച് പാത്രങ്ങളൊക്കെ ടേബിളിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒതുക്കി വെക്കുകയാണ്. പിന്നെ അലക്കാനുള്ളത് ഒക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിടുകയും വേണം. പുറത്തുനിന്ന് അലക്കാനുള്ളത് അങ്ങനെ മാറ്റിയും വെക്കണം കേട്ടോ. ഇപ്പോൾ പുറത്തുനിന്ന് അലക്കാൻ എന്തായാലും എന്നും ഉണ്ടാവും, കുറച്ചാണെങ്കിലും കുറച്ച് വാഷിംഗ് മെഷീനിൽ ഇടും കേട്ടോ. അങ്ങനെയാണ്, ഒരുപാടൊന്നും ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നാലും പുറത്തുനിന്ന് അലക്കേണ്ടത് പുറത്തുനിന്ന് തന്നെ അലക്കണമല്ലോ. അങ്ങനെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കറി വെക്കാൻ വേണ്ടിയിട്ട് ചെറുപയറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറുപയറിൻ്റെ കറിയോ അതെന്ത് കാണിക്കാനാണ്. പക്ഷേ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതുപോലെ ചെറുപയർ കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്, പൂരീൻ്റെ കൂടെയൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുപയർ കഴുകി ക്ലീനാക്കി ഇട്ട് കൊടുത്തിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളീൻ്റെ ഒരു 3 അല്ലി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കണം. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, ഒരുപാടാവരുത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ പാകത്തിന് വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട്, ഉപ്പിടുന്നില്ല കേട്ടോ ഈ ഒരു സമയത്ത്. നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് വേഗം പുറത്തുനിന്ന് അലക്കാനുള്ള കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതങ്ങ് അലക്കി ആറിയിട്ടിട്ടുണ്ട്, ബാക്കി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ ചെറുപയറൊക്കെ വെന്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് നമ്മൾ ഒഴിക്കണം. ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇത് അടുപ്പിൽ വെച്ചിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ ഞാൻ ഇതുപോലെ പൂണ്ടെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചിരവൊന്നുമില്ല, ചിരവി എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷമാണ് വെള്ളം ഒഴിക്കുക കേട്ടോ. വലിയ ജീരകം ചേർത്തിട്ട് അരച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് വെള്ളമാക്കരുത്, ചെറുപയർ കറി കുറച്ച് കുറുന്നനെ വേണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ്. പിന്നെ ലാസ്റ്റ് ഇത് വറവ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു കറീൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. അപ്പം നമ്മളിതാ കറി തിളപ്പിച്ച്
തേങ്ങ ചേർത്ത് തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറവ് ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില, വറ്റൽമുളക് മൂപ്പിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്പൂണിൽ 1 സ്പൂണ് 1.5 സ്പൂണ് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര മതിയാകും. ഞാൻ കുറച്ച് കറി വെക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരുപാട് കറി വെക്കുകയാണെങ്കിൽ 2-3 സ്പൂണ് തേങ്ങ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു ചെറിയുള്ളീൻ്റെ കൂടെ തന്നെ നന്നായിട്ട് വറുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക്, ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, 2 സ്പൂണിൻ്റെ അടുത്ത് തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് വറുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി. ആ ഒരു വറവാണ് കേട്ടോ ഈ ഒരു കറീനെ ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ എന്തായാലും ചെറുപയർ കറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് വെണ്ടക്ക തോരനാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു വെണ്ടക്ക തോരൻ്റെ റെസിപ്പി ഞാൻ മറ്റേ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയിൽ ഞാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാല്ലാ ഈ ചാനലിൽ ഇടാൻ നോക്കട്ടോ. നമ്മൾ തേങ്ങ കെട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് മാത്രം മതി ലഞ്ച് ബോക്സിന് കേട്ടോ, കുട്ടികൾക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചിക്കന് പൊരിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ മോര് കറി ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഞാൻ റേഷനരിയാണെന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് മൂടിയൊക്കെ തുറന്ന് ഒന്നങ്ങ് നന്നായിട്ട് ചൂട് തണിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പടം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ലഞ്ചിനുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് 1 മണിയൊക്കെ ആയ സമയത്താണ് ഞാൻ സിറ്റ് ഔട്ട് ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ട്. ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് പാത്രവും കഴുകിയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി സിറ്റ് ഔട്ടത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, വേഗം കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു പരിപാടിക്കൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പണിയൊക്കെ അവിടെ പെൻഡിങ് ആയിരിക്കും കേട്ടോ. എന്നെക്കാളും മുന്നേ സഹായിക്കാൻ ഇവിടെ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്, ഷബാസ്. തലയും മൊത്തം ഇപ്പം തന്നെ നനച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും ചേട്ടൻ എന്തായാലും അവന് കുളിക്കാനുള്ളതാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ആക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് കച്ചറ കളിച്ചാലും സഹായിക്കും കേട്ടോ എല്ലാ പണിക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി ചവിട്ടി കഴുകുക, സിറ്റൗട്ട് കഴുകുക, ഞാനും കുളിക്കുക. കുറേയൊക്കെ വെള്ളത്തിൽ കളിച്ചാലും എന്തെങ്കിലുമൊക്കെ കളിക്കും. എന്നാലും പണിയൊക്കെ നല്ല വൃത്തിയിലെടുക്കുന്ന പണി നല്ല വൃത്തിയിലെടുത്തരും കേട്ടോ. ഞാൻ എന്ത് പണിയെടുക്കുകയാണെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവും സഹായിക്കാൻ. ചിലപ്പോൾ ദേഷ്യം പിടിക്കുമായിരിക്കും. എന്നുവെച്ചാൽ വെള്ളത്തിലൊക്കെ നന്നായി കളിക്കും. അത് പിടിച്ച് ഇപ്പുറത്തേക്ക് കണ്ടോ. മെയിനായിട്ട് ഇതാണ്, തലയും മൊത്തം നനച്ചിട്ടുണ്ട് കണ്ടോ. എന്നാലും വൃത്തിയാക്കി തരും. പിന്നെ എന്തെങ്കിലും ആക്കട്ടെ, കുളിക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതിരുന്ന്. അപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റി വെള്ളമാണ് കേട്ടോ. ഇത് മുനിസിപ്പാലിറ്റി വെള്ളത്തിലാണ് മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ മാറാലൊക്കെ ഒന്ന് അങ്ങ് തട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ പൊടിയും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ഇടയ്ക്ക് തട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്നിങ്ങനെ ലൈറ്റൊക്കെ ഇടുന്നതല്ല രാത്രി. അപ്പോൾ അത് ചെറിയ പ്രാണികളൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നങ്ങ് തട്ടി ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അബ്ബാസ് നല്ല സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ചവിട്ടി നല്ല ഉരച്ച് കഴുകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പൊടി എങ്ങനെ ആയാലും എങ്ങനെ കഴുകുകയാണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം കഴുകുകയാണെങ്കിലൊക്കെ നന്നായിട്ട് പൊടി പിടിക്കും. പിന്നെ എപ്പോഴും കഴുകാൻ പറ്റില്ല, ചവിട്ടി വേഗം അടിയൊക്കെ വേഗം പോകും കേട്ടോ. എപ്പോഴും നനഞ്ഞതായിട്ടുണ്ടെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ കഴുകിയിടലുണ്ട്. ഇല്ലെങ്കിൽ നന്നായി പൊടിയും പിടിക്കും. അതുപോലെ മുടിയുമാണ് കേട്ടോ. മുടി ഇങ്ങനെ പറ്റും അതിൽ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് കഴുകി ഒന്ന് ക്ലീനാക്കി ഇടലുണ്ട് കേട്ടോ. അതുകൊണ്ട് അധികം വൃത്തിയായിട്ടൊന്നുമില്ല. കുറേയൊക്കെ വരുതിയിട്ട് മൂപ്പര് ഇരുന്ന് തലയിൽ കൂടെ ഒക്കെ വെള്ളമാക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ മൈൻഡാക്കിയിട്ടില്ല. തട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഓസ് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ക്ലീനായി കിട്ടുന്നുണ്ട്. ഇതിങ്ങനെ എപ്പോഴും വലിയ വണ്ടിയൊന്നും പോയില്ലെങ്കിലും ഓട്ടോ ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വണ്ടി പോകുന്നതുകൊണ്ട് നിറയെ പൊടി കേട്ടോ. ഫ്രണ്ടിൽ റോഡുണ്ട്, റോഡിലൂടെ ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട് എന്താ പറയുക, നല്ല പൊടിയുണ്ട്. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ടൊന്ന് കഴുകിയിടാൻ തന്നെ വിചാരിച്ചിട്ട്. പിന്നെ ഇടയ്ക്ക് കഴുകുന്നതുകൊണ്ട് സോപ്പൊന്നും ഞാൻ ആക്കിയിട്ടില്ല. അല്ലാതെ തന്നെ ഇങ്ങനെ ഇതേപോലെ അങ്ങ് കഴുകി ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഡേ 1 ആണ് കേട്ടോ ഇന്ന് ക്ലീനിങ്ങിൻ്റെ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കൂടി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വീടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്കും പ്ലാൻ ചെയ്ത് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഭാരം ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഞാൻ സിറ്റ് ഔട്ട് ക്ലീനിങ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഡേ 1 സിറ്റ് ഔട്ട് ക്ലീനിങ് ആണ്. ഇനി അടുത്തത് ഇൻഷാല്ലാ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലീൻ ചെയ്യാനൊക്കെ തുടങ്ങിയോ? നിങ്ങൾ വീടൊക്കെ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തെന്നായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ സിറ്റൗട്ട് മൊത്തം സീലിങ്ങും ആ ഒരു ഫില്ലറും എല്ലാം കഴുകിയിട്ടുണ്ട്. സിറ്റൗട്ടിൽ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. കുറേയൊക്കെ മോന് തുടച്ചു തന്നെ, പിന്നെ ബാക്കിയുള്ള ഞാനും നന്നായിട്ട് ഉണക്കി തുടച്ചിട്ടോ. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സിറ്റൗട്ട് ഇതേപോലെ നിങ്ങൾക്ക് നന്നായിട്ട് ഇങ്ങനെ കഴുകാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ. നമ്മൾ മാറാലൊക്കെ തട്ടിയിട്ട് അല്ലാതെ തന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയി. പിന്നെ ലാസ്റ്റ് ചെടികളൊക്കെ നനച്ച് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഞാൻ പറയുന്നില്ല, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. നമ്മൾ സിറ്റൗട്ടൊക്കെ കണ്ടോ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.